ഹായ്, എൻ്റെ പേര് അക്ഷയ് ശ്യാം. ഞാൻ ആലപ്പുഴ കട റോഡാണ് താമസിക്കുന്നത്. ഞാൻ പഠിച്ചതൊക്കെ ആലപ്പുഴ SD കോളേജിലാണ്. BCom ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ 1.5 വർഷമായിട്ട് എൻട്രി ഗോൾഡ് ബാച്ചിലെ മെമ്പറായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഞാൻ IBPS RRB PO എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ SBI PO മെയിൻസും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരു സ്റ്റഡീസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് അല്ലായിരുന്നു. ഒരു 5 years +1 തൊട്ട് ഡിഗ്രി വരെ ഭയങ്കര സ്റ്റഡീസ് അല്ലായിരുന്നു മാത്രമല്ല കുറച്ച് ഉഴപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും ഈ ഒരു മാഗ്നിറ്റ്യൂഡിൽ ഇത് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് എൻട്രി ഭയങ്കര സപ്പോർട്ടായിരുന്നു. മെൻറ്റേഴ്സ് ആണെങ്കിലും അതെ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും അതെ, എനിക്ക് എൻ്റെ കംഫർട്ടിലും കൺവീനിയൻസിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ത്രൂ ഔട്ട്. ബേസിക്കായിട്ട് നമുക്ക് വേണ്ട കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സറൗണ്ടിങ്സ്. അത് മെയിനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഓഫ്ലൈനിൽ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നാൽ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല. പക്ഷേ അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ വീട്ടിലിരുന്ന് ഓൺലൈൻ വഴി പഠിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് കൺവീനിയൻ്റ് ആയിട്ട്. ഇപ്പോൾ ഞാൻ ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ എടുത്ത ആളാണ്. ഒരു പാർട്ട് ടൈം ജോബായിട്ടും അല്ലെങ്കിൽ കളിക്കാൻ പോയിട്ടൊക്കെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഒരു ടച്ച് വിട്ട് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നൊരു കൺവീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വന്ന് എനിക്ക് റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, ഇല്ലെങ്കിൽ എൻട്രിയുടെ ആപ്പിൽ ഇതിൻ്റെ കോഴ്സസൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത് എടുത്ത് കാണുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് എനിക്ക് അവിടെ കിട്ടുകയാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു. ഒരു സജഷൻ എന്നുള്ള രീതിയിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് പറയുന്ന ബാങ്ക് ജോബ് പ്രഷറാണ്, അല്ലെങ്കിൽ അത് കിട്ടില്ല, ചാൻസ് കുറവാണ്. അപ്പോൾ അതിന് മാക്സിമം ശ്രദ്ധിക്കാതിരിക്കുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മുടെ കാലിബർ അനുസരിച്ച് ഒരു റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കുക, അത് ഫോളോ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ചെയ്യാൻ പറ്റും. ഞാൻ എഴുതിയപ്പോൾ RRB PO എക്സാമാണ്. അതുപോലെ ഞാൻ ഈ വർഷം തന്നെ 3 PO എക്സാം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷം എനിക്ക് തോന്നുന്നു 5-6 എക്സാം നടക്കുന്നുണ്ട്. RRBയുടെ 2 എക്സാം നടക്കുന്നുണ്ട്, IBPSൻ്റെ എക്സാം നടക്കുന്നുണ്ട്, SBIയുടെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെയും എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും എക്സാംസ് ഒരു ഗ്രാജുവേറ്റിന് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര ഒരു മിസ്സാണ്. അപ്പോൾ അത് ചെയ്യേണ്ടത് ആഫ്റ്റർ ഓൾ ഒരു കമ്പാരിറ്റീവ്ലി ബാക്കി എക്സാംസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ ഒരു ഈസി ആണെന്ന് തന്നെ പറയണം. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്തില്ല ഭയങ്കര ഒരു മിസ്സായിരിക്കും. അപ്പോൾ വരുന്ന വർഷങ്ങളിൽ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.